ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രണ്ടാം ദേശീയ യുവ പാർലമെന്റ് സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വികസിപ്പിച്ച പ്രകൃതി സൌഹൃദ പെയിന്റ് ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിപണിയിലിറക്കും. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനം. ദേശീയ യുവജന ദിനമായി രാജ്യം ആഘോഷിക്കുന്നു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97%. കേരളത്തിൽ ഇന്നലെ 3992 പേർക്ക് രോഗമുക്തി. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റിക്ക് ജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാം ദേശീയ യുവ പാർലമെന്റിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. യുവജനോത്സവത്തിൽ വിജയികളായ 3 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. ഈ വേളയിൽ പ്രധാനമന്ത്രി യുവജനങ്ങളുമായും സംവദിക്കും. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സംസാരിച്ചിരുന്നു. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ യുവജനങ്ങൾ പ്രയത്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 18നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയുകയാണ് യുവ പാർലമെന്റിന്റെ ലക്ഷ്യം. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വികസിപ്പിച്ച പ്രകൃതി സൌഹൃദ പെയിന്റ് ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വിപണിയിലിറക്കും. ഫംഗസ് ബാധയുണ്ടാക്കാത്ത വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ഖാദി പ്രകൃതിക്ക് പെയിന്റിന്റെ പ്രധാന ഘടകം ചാണകമാണ്. വിലക്കുറവുള്ളതും നല്ല വാസനയുള്ളതുമായ പെയിന്റിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരമുണ്ട്. ഡിസ്റ്റംബർ, ഇമൽഷൻ എന്നീ വകഭേദങ്ങളിൽ പെയിന്റ് ലഭ്യമാകും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തരം പെയിന്റ് വികസിപ്പിച്ചത്. ദേശീയ യുവജനോത്സവം ഇന്ന് ആരംഭിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യുവജനോത്സവം സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെർച്വലായിട്ടാണ് ദേശീയ യുവജനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിഭകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. സാംസ്കാരികം, കായികം, പ്രദർശനം, സാഹസികം, ബൌദ്ധിക സംവാദം, സെമിനാറുകൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ മത്സരങ്ങൾ നടക്കും. ദേശീയ യുവജന പുരസ്കാരവും ഉത്സവത്തോടനുബന്ധിച്ച് സമ്മാനിക്കും. രാഷ്ട്ര പുരോഗതിയിൽ യുവജനതയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇത് സംബന്ധിച്ച് യുവാക്കളിൽ അവബോധം വളർത്തുകയാണ് യുവജനോത്സവത്തിന്റെ ലക്ഷ്യം. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ചാലക ശക്തിയാണ് യുവാക്കൾ. ഇത്തരം പരിപാടികൾ അതിന് കരുത്തു പകരുമെന്നും ശ്രീ കിരൺ റിജിജു ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യം ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ തത്വചിന്ത, വേദാന്തം, യോഗ എന്നിവയുടെ മഹത്വം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ ആത്മീയ ആചാര്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. 1893 ചിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തോടെയാണ് സ്വാമി വിവേകാനന്ദനെ ലോകം അറിഞ്ഞു തുടങ്ങിയത്. രാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായ വിവേകാനന്ദനാണ് രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനും സ്ഥാപിച്ചത്. ദേശീയ യുവജന ദിനമായാണ് രാജ്യം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കർണാടകയിലുണ്ടായ കാർ അപകടത്തിൽ കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക്കിന് പരിക്കേറ്റു. അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരിച്ചു. ഉത്തര കർണാടകത്തിലെ കന്നഡ ജില്ലയിലായിരുന്നു അപകടം. യെല്ലാപ്പൂരിൽ നിന്ന് ഗോകർണത്തേക്ക് പോകവെയാണ് അപകടം ഉണ്ടായത്. ആയുഷ്, പ്രതിരോധ മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് ശ്രീ പത്നായിക് വഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഗോവയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നഗരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ അറിയിച്ചു. പക്ഷിപ്പനി നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ സംബന്ധിച്ച കർമ്മ പദ്ധതി മൃഗസംരക്ഷണ, ക്ഷീരസംരക്ഷണ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി ബാധിത സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കുറയ്ക്കുന്നതിനായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ശ്രീ അനിൽ ബൈജാൽ ട്വിറ്ററിലൂടെ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ മുംബൈക്ക് പിന്നാലെ താനെ ജില്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ച 2 ഇടങ്ങളിലായി 16 പക്ഷികൾ ഇവിടെ ചത്തിരുന്നു. ഇതിൽ 4 എണ്ണത്തിന് പക്ഷിപ്പനി ബാധിച്ചിരുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 96.43% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,000-ത്തിലധികം പേരാണ് രോഗമുക്തരായത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1,90,00,000 കവിഞ്ഞു. നിലവിലെ മരണനിരക്ക് 1.44%. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 161 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്നലെ 3,110 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3,922 പേർ രോഗമുക്തരായി. 2,730 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 295 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 8.81% നിലവിൽ സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക്. 20 മരണങ്ങളാണ് ഇന്നലെ കോവിഡ്-19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ്-19 എതിരായ കുത്തിവയ്പ് ഈ മാസം 16 ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുമായി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. 50ഓളം രാജ്യങ്ങളിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായി കോവിഡ് കുത്തിവയ്പ് നടന്നുവരികയാണ്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ 30 കോടി ആളുകൾക്ക് കുത്തിവയ്പ് നൽകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയ്ക്കാണ് അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. മറ്റ് 4 വാക്സിനുകളും പരീക്ഷണ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ 3 കോടി ആൾക്കാർക്ക് നൽകുന്ന കുത്തിവയ്പിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. രണ്ടാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലും രോഗങ്ങളുള്ള 50 വയസ്സിന് താഴെയുള്ളവർക്കും കുത്തിവയ്പ് നൽകും. പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയെന്നും ശ്രീ മോദി പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വലിയ ഗുണമുണ്ടാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ്-19 പ്രതിരോധ മരുന്ന് വിതരണത്തിന് മധ്യപ്രദേശ് സജ്ജമാണെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഈ മാസം 16 302 ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്ന് വിതരണം ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി FCക്ക് വിജയം. കൊൽക്കത്ത ATK മോഹൻ ബഗാനെ 1-0 തോൽപ്പിച്ചത്. 69-ാം മിനിറ്റിൽ ബർത്തലോമിയോ ഒഗ്ബച്ചയാണ് മുംബൈയെ വിജയത്തിലെത്തിച്ചത്. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. അസമിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഉത്തർപ്രദേശിലെ സ്കൂളുകളിലെ പുതുക്കിയ പഠന സമയത്തെക്കുറിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ഒറ്റ ഷിഫ്റ്റിൽ മാത്രമേ ക്ലാസുകൾ നടത്തുകയുള്ളൂ. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് പുതിയ ഷിഫ്റ്റ് സമയം. കർണാടകത്തിലെ കുൽബർഗിയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്ക് പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചു. പ്രദേശങ്ങൾ തമ്മിൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി പ്രകാരമാണിത്. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് റഷ്യയുമായി ബന്ധമുള്ള നിരവധി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക വിലക്കേർപ്പെടുത്തി. ഉക്രൈനിയൻ പാർലമെന്റ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെയാണ് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ വിലക്ക് ഏർപ്പെടുത്തിയത്. 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ശനിയാഴ്ച ഗോവയിൽ ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള മികച്ച ചലച്ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവ മേളയിൽ പ്രദർശിപ്പിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും ചേർന്നുള്ള പുതിയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100 അഡൽ തിങ്കറിംഗ് ലാബുകൾ ഏറ്റെടുക്കുമെന്ന് ISRO അറിയിച്ചു. ആത്മനിർഭർ ഭാരത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ നിതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോക്ടർ രാജീവ് കുമാർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാം ദേശീയ യുവ പാർലമെന്റ് സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വികസിപ്പിച്ച പ്രകൃതി സൌഹൃദ പെയിന്റ് ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിപണിയിലിറക്കും. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനം. ദേശീയ യുവജന ദിനമായി രാജ്യം ആഘോഷിക്കുന്നു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97%. കേരളത്തിൽ ഇന്നലെ 3,992 പേർക്ക് രോഗമുക്തി. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റിക്ക് ജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.